എല്ലാവർക്കും ഒരിക്കൽ കൂടി നമ്മളുടെ സ്വന്തം മാർസ് ഗാർഡനിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ചന്ദ്രേഷ്. അപ്പം നിങ്ങൾ നാലേക്ക് വരികയോ അല്ലേ, ഇതെന്തു ഈ കാണിക്കുന്ന കുറേ കാടും പടലും കാണിച്ചിട്ട് ഇത് എന്നതാണ്? ഞങ്ങൾക്ക് ഈ കാടും പടലും കാണേണ്ട ആവശ്യം എന്താണെന്ന്. ഇത് നമ്മുടെ റോസ് ഗാർഡനാണ് കേട്ടോ. റോസ് ഗാർഡൻ്റെ അവസ്ഥ ഇപ്പോൾ ഈ തരത്തിലാണ്. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് ഇവനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് എടുക്കാമെന്നുള്ള രീതിയിലാണത്. അപ്പം നിങ്ങളോടുകൂടെ ഒന്ന് ഷെയർ ചെയ്യാമെന്നോർത്താണ് ഞാൻ ഇന്നൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുക്കൽ വന്നത്. അവനെയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇച്ചിരി വളമൊക്കെ ഇട്ട് കൊടുത്ത് പറ്റുമെങ്കിൽ അവൻ്റെ സ്ഥാനമൊക്കെ ഒന്ന് മാറ്റി ഒന്ന് ക്ലിയർ ചെയ്ത് വെക്കണം. റോസ് നമ്മൾ നന്നായിട്ട് നോക്കിയില്ലെങ്കിൽ അറിയാമല്ലോ, അത് പെട്ടെന്ന് നശിച്ചു പോകുന്നൊരു പ്ലാന്റാണ്. അപ്പോൾ ഇപ്പം നേരം എന്ന് പറഞ്ഞ സാധനമില്ല. ഈ വെച്ചാൽ അതുപോലെ ബിസിനസ്സും പരിപാടികളൊന്നും അല്ല കേട്ടോ. ഭയങ്കര പണിയാണ്, കാശ് കയ്യിലില്ല. വെച്ചാൽ 3-4 പശുക്കളുണ്ട്. ഇപ്പം നമ്മുടെ നാടൻ പശുവാണ്. അതിൻ്റെ ഒന്നിനെയാണ് കറക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ചെന പിടിച്ച് നിൽക്കുന്നു, പ്രസവിക്കാറാവുന്നു. അതിൻ്റെ പാലിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ എന്ത് ക്യാൻസർ, ഷുഗർ, സ്ട്രോക്ക് അങ്ങനെയുള്ള ഏത് രോഗങ്ങളെയും പ്രതിരോധിക്കാനുള്ള കഴിവുണ്ടെന്നാണ് പറയുന്നത്. ഞാൻ പറയുന്നതല്ല കേട്ടോ, ഡോക്ടേഴ്സ് പറയുന്നതാണ്. അപ്പോൾ ഒരു 1 ലിറ്റർ പാലിൻ്റെ വില 150 രൂപയാണ്. 1 കിലോ നെയ്ക്ക് 1 ലിറ്റർ നെയ്ക്ക് 5000 രൂപയ്ക്കാണ് അതിൻ്റെ വില. അപ്പോൾ നാട്ടിലുള്ള റേറ്റുകൾ അതൊക്കെ. അപ്പം നമ്മൾ അതിനെ ഒക്കെ മേടിച്ച് വളർത്തി അങ്ങനെ പിന്നെ അതിൻ്റെ ഔഷധ ഗുണങ്ങളാണ് ഗോമൂത്രവും ചാണകവും ഒക്കെ നമ്മുടെ ചെടികൾക്കും കൃഷികൾക്കും ഒക്കെ വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ അതൊക്കെ നോക്കിയാണ് ഇതെല്ലാം കൂടെ വാങ്ങിച്ചിട്ടപ്പോൾ എനിക്കൊട്ടും സമയമില്ല, അതുങ്ങളുടെ പുറകെ പോകുന്നു. ചെടികൾ ഇങ്ങനെ ഇവിടെ കിടക്കുന്നു. വാമണ്ടപ്രാണിയല്ലേ, നമുക്ക് അതിനെ വെറുതെ നിർത്താൻ പറ്റുമോ? അതിന് വേണ്ട സമയത്ത് തീറ്റിയൊക്കെ കൊടുക്കണ്ടേ? ചെടിയൊക്കെ ആണെങ്കിൽ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി, മറ്റേത് അങ്ങനെയല്ലല്ലോ. അപ്പം നമുക്കിതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം അല്ലേ. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഓർക്കും അയ്യോ ഇതെന്തുവാണ്, ഇതാണോ റോസ് ഗാർഡൻ എന്ന്. അപ്പോൾ ഇതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് ഇത് തീരുമെന്ന് തോന്നുന്നില്ല, 1-2 ദിവസം എടുക്കും. എന്തായാലും ഇതെല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും കാണിക്കാം. പിന്നെ ഞാൻ എന്താ വളം കൊടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഇപ്പം ഒരു പരിധി വരെയൊക്കെ വൃത്തിയായി അല്ലേ. ഇനിയിപ്പോൾ എന്താണെന്നറിയാം, ഇവിടെ ചെയ്യാൻ ഒരു രക്ഷയുമില്ല. ഭയങ്കരം വെയിലായിപ്പോയി. വെയിലെന്ന് പറഞ്ഞാൽ ഒരു മര്യാദ ഇല്ലാത്ത വെയിലാണ്. ഇത് കണ്ടില്ലേ, അവിടെ നിന്ന് ഞാനിനി എന്ത് ചെയ്യണം? അതായത് ഞാൻ ഒരു ദിവസം കൊണ്ടൊന്നും ഈ പണി തീരുകയില്ല. ഇനി ഇതൊന്ന് മൊത്തം വൃത്തിയാക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിൻ്റെ ഫെർട്ടിലൈസർ കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മൾ എന്നാ ശ്രദ്ധിക്കാതെ, ഇതിപ്പം നേരത്തെ നിങ്ങൾ കണ്ടായിരുന്നല്ലോ നിന്ന അവസ്ഥ. എനിക്കറിയാം ചെടി എവിടെയാണ് നിൽക്കുന്നതെന്ന്. അതനുസരിച്ച് ഞാനതിന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നതല്ലാതെ വളങ്ങളോ ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാന്റ് പോകുന്നത് നല്ല ഇത് കിട്ടുകയില്ല. നമ്മുടെ പ്ലാന്റ് നമുക്കത് അതേപോലെ നശിച്ചു പോകും. പിന്നെ അത് കാരണമാണ് ഇപ്പം ഞാനിതെല്ലാം മാറ്റി വൃത്തിയാക്കി ഇവനെയൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നിങ്ങളെയും കൂടെ ഒന്ന് കാണിച്ച ആ ഒരു ഇത്, പിന്നെ അതിൻ്റെ വളർച്ചകളും കാര്യങ്ങളും ഒക്കെ ഒന്ന് നിങ്ങൾക്കൊന്നും അറിയേണ്ടത് എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഗുണകരമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ചില ആലോചിക്കുക എന്ത് ഗുണകരം, നിങ്ങളുടെ വീട്ടിലെ പുല്ല് പറിച്ച് ഞങ്ങൾക്ക് എന്താ ഗുണകരമെന്ന്. അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. ചെടികൾ നോക്കണം, ഇതുപോലെ കാട് കയറി കിടന്ന ചെടികൾ മുഴുവൻ നശിക്കും. സാഫ് എന്താണെന്ന് പോലും അറിയാൻ മേലാത്ത കൂട്ടുകാർ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട്. അപ്പം അങ്ങനെ ചിലർക്കെങ്കിലും ഇത് ഉപകാരപ്രദമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും ഗുണകരമായ മറ്റൊരു വീഡിയോയിൽ കൂടി കണ്ടുമുട്ടാം. ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കുക. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.